ഇതിൽ ഇങ്ങനത്തെ വിവാദങ്ങളും വിഷയങ്ങളും വരുമ്പോൾ വേഗം ഓരോരുത്തരും അവനവൻ്റെ ഭാഗം കുറ്റകരമല്ല, പ്രശ്നമല്ല എന്ന് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതിന് പകരം ഇതിനെ വിഷയത്തെ വസ്തുനിഷ്ഠമായിട്ട് കണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതേത് ചികിത്സാ മുറകളാണെങ്കിലും ചികിത്സ നിഷേധിച്ചുകൊണ്ട് ഇതിപ്പോൾ പ്രസവമാണല്ലോ ഇപ്പോൾ വിഷയം വന്നത്, ഇതുപോലെ ഇനി ഈ ഒരു ആശയം വെച്ചുകൊണ്ട് സമാനമായ ഒരുപാട് ഇഷ്യൂസ് വരാം. പ്രസവത്തിൻ്റെ മാത്രമല്ല പല ഇഷ്യൂസും വരാം. അങ്ങനെ അത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ക്രൈസിസുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെതിരിൽ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ന്യായീകരിക്കാൻ പാടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ ആ ഡോക്ടറുടെ സംഘടന, അവരൊക്കെ പിന്നെ ഉള്ള സംഘടന തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഈ സംഗതി തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തള്ളി പറയുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങളെ വേരോടുകൂടി ഇല്ലാതെയാക്കാനുള്ള ബോധവൽക്കരണം നടത്താൻ കൂടി എന്തുണ്ട്, അവർക്കതിന് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ ഇതിനോട് സത്യസന്ധമായ നിലപാടാവുള്ളൂ. അല്ലെങ്കിൽ തൽക്കാലം ഒരു മുഖം രക്ഷിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ഒരു കാര്യം തീർത്തു പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു ചികിത്സയെ ന്യായീകരിക്കാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ചികിത്സയിൽ വരുന്ന പാകപ്പിഴവുകളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മതത്തെ കൂട്ടുപിടിക്കുന്നൊരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ തവക്കുലാണ്, അത് ക്ഷമയാണ്, അതൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എന്നിട്ട് ഈ സംഗതികൾ എന്ത് ചെയ്യാണ് അവർ പിന്നെ മുന്നോട്ട് വെക്കണം. അത് ഒരിക്കലും എന്തല്ല ശരിയായ രീതിയിൽ. അത് മതം പറയുന്ന തവക്കുൽ അതല്ല. മതം പറയുന്ന തവക്കുൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം നമുക്ക് അതിൻ്റെ സബബുകൾ, അതിൻ്റെ കാരണങ്ങൾ, അതിന് പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം. ആ ചെയ്തിട്ട് ബാക്കിയാണെന്ത് പിന്നെ നമ്മൾ ഏൽപ്പിക്കേണ്ടത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം തവക്കുലാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല. അപ്പോൾ മതത്തിൻ്റെ ചിഹ്നങ്ങളെ അതുപോലുള്ള സംഗതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം സംഗതികൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ അവസാനിപ്പിക്കേണ്ട അവസാനത്തെ സമയം.